ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വ്ളോഗിൻ്റെ 2 ആണ് കേട്ടോ. നമ്മുടെ കൊടൈക്കനാൽ വ്ളോഗിൻ്റെ 2 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 7 മണിയോടടുത്തായിട്ടുണ്ടാവും. അപ്പം നമ്മളിത് ഇങ്ങനെ എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേക്കുന്നുള്ളൂ. ഞങ്ങളപ്പോൾ അങ്ങനെ വിളിച്ചൊക്കെ എഴുന്നേറ്റ്. ഇത് എൻ്റെ മോളെയും കൊണ്ട് വിഷ്ണു ഓടി വരുന്നുണ്ട് കേട്ടോ. അവരവിടെ എഴുന്നേറ്റോ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആരും അങ്ങനെ എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഈ സൂര്യൻ്റെ ഒരു ചൂടും വെയിലൊക്കെ രാവിലെ ഉദിച്ചൊരു സൂര്യൻ്റെ ചൂടും വെയിലും ആ ഭാഗത്തുണ്ട് കേട്ടോ. നമ്മുടെ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ രാത്രി കാരണം ഇന്നലെ ഫുൾ വ്യൂസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. തട്ട് കൃഷികളാണ് അവിടെ. പിന്നെന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വെളുത്തുള്ളി, ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സംഭവങ്ങളാണ് മൊത്തത്തിൽ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ അതായത് ഈ ഒരു വീട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എല്ലാവരും പറയാനായിട്ടാ. ആ വീട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയോ? പിന്നെ ഇത് നമ്മൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച സ്ഥലം, അവിടുത്തെ ക്യാമ്പ് ഫയറിൻ്റെ സ്ഥലം. അങ്ങനെ അപ്പോൾ ഇവരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി അമ്മ പോവാണ്. ഞാൻ എന്തായാലും വേഗം അടുക്കളൊക്കെ തുറന്ന് ചായ വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. എന്തായാലും നമുക്ക് വെച്ച് കുടിക്കാനേ. അങ്ങനെ പിന്നെ ഇവിടുത്തെ അങ്ങനെ ഫുൾ വ്യൂ ഇതേ സെയിം സാധനമാണ്. തട്ട് കൃഷി. ആ പട്ടിക്കുട്ടി ഇവരുടെ ആയിട്ട് അവിടുത്തെ പെറ്റാണ്. അപ്പോൾ ഈ ഉണക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഒന്ന് ഞാൻ സൂം ചെയ്തെടുത്താണ്. ഇത് കുട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ തള്ളയുണ്ട്. അപ്പം ഞങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങി ആ കൃഷി ചെയ്യുന്നിടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇത്തിരി ടാസ്ക്കാണ് ഇറങ്ങാനും കയറാനൊക്കെ. എന്നാലും ഞങ്ങൾ കുറച്ചിടം വരെ ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കാം. പിന്നെ അതുപോലെ ഒരു ചാലൊക്കെ കൊണ്ടുവരുന്ന അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. പിന്നെ ഇതൊരു സ്റ്റേജ് പോലെ അവർ കുറച്ച് കോൺക്രീറ്റ് ഇട്ടേക്കാണ്. ചുറ്റിനും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ രാവിലെ അച്ഛൻ്റെ മോൾ ഓടി കളിക്കുക. എൻ്റെ മോൾ ഓടുന്ന കണ്ടിട്ട് പട്ടിക്കുട്ടി അവളെ കടിക്കാൻ വേണ്ടി അതൊക്കെ കടിക്കട്ടെ. അതൊരു കുട്ടിയാണ്. അതിന് തള്ളേ വേറെ ഉണ്ട്. പക്ഷെ ഇതെല്ലാവരും പിടിച്ച് കടിക്കുക. അത് കുഞ്ഞിതാണ്, കടിക്കണമെന്നാണ് അത്. പക്ഷേ അത് പിള്ളേരെ കളിക്കുമ്പോൾ അവൾക്കാണെന്ന് ഒരു പേടിയില്ല. അവളതിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തേക്ക് ഓടി ചെല്ലായിരുന്നു. രാവിലെ തന്നെ എൻ്റെ മോള് പിന്നെ എവിടെ ചെന്നാലും പതിവ് തെറ്റിക്കാതെ അവളെ സമയത്തിന് എനിക്ക് 7 മണിക്കുള്ളിൽ ഞങ്ങൾ എഴുന്നേൽക്കും. പക്ഷേ മറ്റേ ചേച്ചിമാരൊന്നും എണീറ്റിട്ടില്ല. പിന്നെ അവിടെ രഞ്ജുവിൻ്റെ പിള്ളേരുണ്ടായിരുന്നു, അവരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അവള് കറക്റ്റ് ടൈമിന് എണീറ്റു കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഇന്ന് രാവിലെയാണ് നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റും. ഇന്നലെ എത്തിയപ്പോഴേക്കും ഇരുട്ടായി. അപ്പം ഞങ്ങളവിടെ കുറേ ഇങ്ങനത്തെ എന്താ പറയുക ടെൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടി പോയി നോക്കിയാണ്. നല്ല വെൽ സെറ്റപ്പിലാണ്. നമുക്ക് രാത്രിയൊക്കെ നല്ല തണവായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് ഫുൾ സെറ്റപ്പായി തലോണയും അതുപോലെ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്നൊരു പട്ടിഷോ നടത്തിയാണ്. പിന്നെ എൻ്റെ നന്ദുവിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കാൻ നല്ല ഇഷ്ടം. അവളെയും കൊണ്ട് കുറച്ച് നേരം പോയിരുന്നു. അപ്പോൾ ഈ ടെൻറ്റിലൊന്നും ആൾക്കാരില്ല, വേറൊരു ടെൻറ്റിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടെൻറ്റിൽ ആൾക്കാരില്ലാത്ത ടെൻറ്റിൽ പോയി ഒന്ന് ഇരുന്ന് നോക്കിയതാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാം. ഇതാണ് പകലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതൊക്കെ ഓരോ വീടുകളാണ് കേട്ടത്. അത് കുറച്ച് റേറ്റ് കൂടിയതും കുറേ ആൾക്കാർക്ക് എടുക്കാം. ആ ഷീറ്റിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സ്ഥലം. ആ വീടാണ് നമ്മൾ അടിയിൽ കാണുന്ന വീടാണ് നമ്മൾ കിടന്ന വീട്. പിന്നെ ഓരോ വീടിനും ഇങ്ങനെ പേരൊക്കെ ഉണ്ട്. ഇത് പെരുമാൾ ഹൗസ് ഉണ്ട് ഇവിടെ സൈഡിൽ. പിന്നെ നമ്മൾ താമസിച്ച വീടെന്ന് പറയുന്നത് നായാട്ട് മൂവിയോ ഹൗസ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് നായാട്ട് ഫിലിം കണ്ടിട്ടുണ്ടാവും, കുഞ്ചാക്കോ ബോബൻ്റെ, അതിലുള്ള ഒരു വീടാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളൊന്നും കൂടെ വീഡിയോ ഫ്രണ്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 12 മണിയോടുകൂടിയാണ് കേട്ടോ അവിടെ നിന്നൊക്കെ ഇറങ്ങുക. കുറച്ച് വഴി അവരെ അവിടെ നിന്ന് മുകളിലേക്ക് വണ്ടി ഈ ട്രാവലർ കയറാൻ വേണ്ടി നമുക്ക് കയറാനായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കയറി വന്നു കേട്ടോ. ഇനി നമ്മളങ്ങനെ വണ്ടിയിൽ കയറി. അപ്പം എൻ്റെ ചേട്ടൻ വരുന്നില്ല. അപ്പം അവനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. എല്ലാവരും യാത്ര പറച്ചിലാണ്. പിള്ളേരായാലും യാത്ര പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നമ്മളവിടുന്ന് 12 മണിയായി പോകുന്നത്. പിള്ളേരൊക്കെ എഴുന്നേക്കാൻ നേരം വൈകി. പിന്നെ അവർ ഒരുക്കി പിടിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ലേറ്റായി. പിന്നെ നമ്മളും പിള്ളേരുടെ സൗകര്യത്തിനും കൂടി നമ്മൾ നിന്നത്. അല്ലാണ്ട് നേരത്തെ ഇറങ്ങി സ്ഥലങ്ങൾ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കാണാമായിരുന്നു. പക്ഷേ
പിള്ളേർക്ക് നേരത്തെ കുത്തി എഴുന്നേൽപ്പിക്കണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ അവർ സുഖമായിട്ട് വണ്ടിയിൽ കിടന്നുറങ്ങി. എൻ്റെ മോള് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോഴേക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 11 മണിയോട് കൂടി അവൾ സാധാ വീട്ടിൽ ഉറങ്ങുന്ന ടൈമിൽ തന്നെ അവൾ ഉറങ്ങി. പിന്നെ അവിടെ ഫുൾ ഇങ്ങനത്തെ തട്ട് കൃഷിയാണ്. നമ്മൾ അവിടെ നിന്ന് പോരും വഴിക്കിങ്ങനെ കുറേ കാണാം. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നിന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇതെടുത്തത്. പിന്നെ പറഞ്ഞാൽ രണ്ട് സൈഡിലും നിറച്ച് പൂച്ചെടികളാണ്. നമ്മുടെ ഇവിടുത്തെ മറ്റെന്താ പറയുക, കുങ്ങിണിപ്പൂവ്, അതേപോലെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ചെടികളും പൂക്കളും അവിടെ മരം പോലെ നിൽക്കാം, മരമായിട്ടാണ് പൂവുണ്ടായി നിൽക്കാം. നമ്മുടെ മോൺസ്റ്റോൺ അങ്ങനത്തെ ഒരു ചെടി ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ മരമായിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഇവിടെ കുറേ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമിയൊക്കെ തന്നെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. പിന്നെ ഫുള്ള് വെളുത്തുള്ളി ബീൻസൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ വരുമ്പോഴേക്ക് ടൗണിൽ നിന്ന് ബീൻസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ അവിടെ നിന്ന് കുറച്ച് വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ അങ്ങനെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, കുറച്ച് വീടുകളായി അടുപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോ ഗ്രാമങ്ങളാണ്, അത്രയും ഒരു ഉൾപ്രദേശമാണത്. അപ്പം അതൊന്നും എടുത്താണ്. അതുപോലെ ഞാൻ വരുമ്പോഴേക്ക് കുറേ ഊട്ടിപ്പൂക്കൾ വരുന്നത്. എല്ലാവരും ഊട്ടിപ്പൂ ഡൗട്ടായി, ഊട്ടിപ്പൂ തന്നെയാണോ എന്ന് ഡൗട്ടായിട്ട് നമ്മൾ ഇറങ്ങി പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോകണം കൊടൈക്കനാലിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണണം എന്നുള്ള ഇതിലാണ്. അപ്പോൾ എൻ്റെ മോൾ ഉറങ്ങിയത് എനിക്ക് അമ്മേരയിൽ വേഗം കൊടുത്തു. അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിൽ ഒഴിവായപ്പോൾ അമ്മ കുറച്ച് ബാഗുകൾ സ്ഥലം ഉണ്ടാക്കി. എന്നിട്ട് ഞാനും എൻ്റെ നന്ദൂസും കൂടെ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഡാൻസ് കളിക്കാൻ വേണ്ടി ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനെ ഇറങ്ങിയിട്ട് ഞാൻ കുഞ്ഞപ്പനെ വിളിക്കുകയാണ്. ഞാൻ നന്ദു സീറ്റിൻ്റെ അവിടെ നിന്നിട്ടാണ്. അപ്പോൾ കുഞ്ഞുവിനെ മാമനും പിടിച്ചു, ഞാൻ നന്ദുവിനും പിടിച്ച് അങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എൻ്റെ മോളാഞ്ചവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടൊന്നും വെച്ചിട്ടില്ല, നല്ലൊരു പാട്ടില്ല കളിക്കാൻ. നല്ലൊരു പാട്ട് കിട്ടിയില്ല കളിക്കാനൊരു എയിം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പാട്ട് മാറ്റി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് വെക്കാനും പറ്റില്ല. അവിടെ നിന്ന് ഹൈ റേഞ്ച് ഏരിയകളായ കാരണം നമ്മൾ എന്താ റേഞ്ച് കിട്ടണില്ല കറക്റ്റ്, വന്നും പോയും കിട്ടണേന്നായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് പാട്ട് വയ്ക്കാനും പറ്റില്ല. നമ്മളാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തുമില്ല, പെൻ ഡ്രൈവിൽ കുറച്ച് കയറ്റി കൊണ്ടുപോകാനുള്ളത് കാര്യം ഓർത്തുമില്ല. അതുകൊണ്ട് നമുക്ക് പാട്ടിന് ഭയങ്കര ഷോക്കായിരുന്നു. ഉള്ള പാട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് കളിച്ചു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ പ്ലാൻ മാറ്റി മൈക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞു പാട്ട് പാടലായിട്ട്. പിന്നെ അന്തമാലയിലെ തേടി വരൂ നാളെ നാളെ പൂങ്കുയിലെ തേടി വന്ന് കേള് അന്തമാലയിലെ തേടി വരൂ നാളെ നാളെ മുത്തേ കണ്ണാലെ വന്ന് പെണ്ണാലെ മുത്തേ കണ്ണാലെ നാജത്തി വന്ന പിന്നാലെ അന്തമാലയിലെ തേടി വരൂ നാളെ നാളെ. പാടും നിനക്കെന്റെ മനസ്സിലെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും പാട്ട് കച്ചേരിയായിരുന്നു. ഞാനും അച്ഛനും എല്ലാവരും പാട്ട് പാടിയിട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഗുണ കേവിൻ്റെ അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ ഗുണ കേവ് കാണാനാണ് അവിടെ നിന്ന് നേരെ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാനല്ലോ എന്ന് വെച്ചിട്ട് ഓടിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അപ്പോൾ അതോടുകൂടി മൈക്കിൻ്റെ പാട്ട് കച്ചേരി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിൽ ഇരുന്ന് പാടി ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അതായത് നമുക്ക് വേറെ നിവർത്തിയില്ല, ഇപ്പം നല്ല പാട്ടുകളില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്താക്ഷരി പോലെയൊക്കെ രണ്ട് ടീമൊന്നും ആയിട്ടൊന്നുമല്ല, അങ്ങനെ വെറുതെ എല്ലാവരും ഒരക്ഷരം പറയും, പിന്നെ ആ അക്ഷരം വെച്ച് പാടും. അങ്ങനെ നമ്മൾ പാടലായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും പാടി, എല്ലാവരും എന്താ പറയുക, ഒരക്ഷരം പറയുമ്പോൾ അച്ഛനൊക്കെ പഴയ പാട്ടുകളൊക്കെ പാടി പറഞ്ഞു. അതുപോലെ ഞാനും എല്ലാവരും പാടി. നമ്മളെല്ലാവരും വീഡിയോസിൽ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് മാത്രം. അല്ല അതിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവല്ലേ. ഹലോ ഗൈസ്, നമ്മളിനി ഗുണ കേവ് കാണാൻ പോകുകയാണ്. ഞാൻ പിന്നെ അവിടേക്കല്ലേ പോണേ, അതിന്റെ ഇടയിൽ ഇറങ്ങി അങ്ങനെ നമ്മളിവിടെ പാർക്കിങ്ങിലെത്തി. ഇത് ഇറങ്ങി എല്ലാവരും ഒന്ന് ഒരുക്കത്തിലൊക്കെയാണ് കേട്ടോ. അവിടെ ഇറങ്ങിയപ്പോഴും കേട്ടോ നല്ല തണവും.
അതായത് നമ്മൾ ആ വണ്ടിയിൽ ആ പാട്ട് പാടി പോരുമ്പോൾ തന്നെ നന്നായി കോട വീണുണ്ടായിരുന്നു, ചെറിയൊരു മഴച്ചാറലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ല കോടയാണ്, കണ്ണ് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും സീസണിൽ പോയപ്പോൾ എന്താവും, ഇതിപ്പോൾ സീസൺ അല്ലാണ്ട് പോയിട്ട് ഇങ്ങനെ അവസ്ഥ കണ്ട നിറച്ച് കോടയാണ്. അപ്പോൾ എല്ലാവർക്കും തണവൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇറങ്ങിയപ്പോഴാണ് തണവ് അറിയണത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എന്താ എല്ലാവരും വേഗം വീണ്ടും കയറി കോട്ടിടലും അങ്ങനെ ഒരുക്കത്തിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാർക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ നേരെ കയറിയത് ഗുണ കേവിൻ്റെ ബോർഡൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് ഈ ബോർഡൊക്കെ നമ്മൾ വായിച്ച് അങ്ങനെ നേരെ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ അതിൻ്റെ അവിടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കണം, അവിടെ 4 മണി വരെ കണ്ടുള്ളൂ, അത് മുന്നേ എത്തണം, നമ്മൾ വേഗം ഓടി പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്, നമ്മൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ വേഗം പോയി. അപ്പോൾ മുന്നേ ഞാൻ +2 പഠിക്കുമ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്കാണ് ടൂർ വന്നിട്ടുള്ളത് +2. അപ്പം അന്ന് ഗുണാക്കേവ് കണ്ടിട്ടുണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. നമുക്ക് ഇപ്പോഴാണല്ലോ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഞാനൊക്കെ ഗുണാക്കേവിനെ പറ്റി അറിയാം. അന്ന് കുറേ സൂസൈഡ് പോയിൻ്റൊക്കെ കാണാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കവാടം വെച്ചിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി ഇപ്പോൾ ഇതിങ്ങനെ ആക്കിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതേ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആദ്യം 2 ആൾ ഓടിപ്പോയി കയറിയിട്ടുണ്ട്. അതിന് ശേഷം ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ 10-12 പേരുണ്ടല്ലോ, അപ്പോൾ എണ്ണ എടുത്ത് കയറണ്ടേ. അപ്പോൾ ഓരോരുത്തരുടെ എണ്ണം പിടിച്ച് കയറ്റാണ് കേട്ടോ. അതിലാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജുവേട്ടനാച്ച വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ആൾ തണവായി ഷൂ ഇടണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ആളുടെ എണ്ണം കൊടുക്കാനും കറക്റ്റായിരിക്കും. അപ്പോൾ ആളുടെ മൂത്ത കുട്ടിയുണ്ട്, അത് ചെറിയ കുട്ടിയാണ്, കുട്ടികൾക്കൊന്നും ടിക്കറ്റ് വേണം, 5 വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ട ടിക്കറ്റ്. അപ്പം അതിൻ്റെ എണ്ണം തെറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ 2 ആൾ വരാണ്ട്, കുട്ടിയും ആ വലിയ ചേട്ടനടക്കാതെ നമ്മൾ പറയാം. പക്ഷെ അവരപ്പോൾ അത് എണ്ണത്തിലാക്കിയിട്ട് സമ്മതിക്കാണ്ട് കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ കുറേ നമ്മളവിടെ നിന്ന് തിരിഞ്ഞു. അയാളെ എണ്ണം പറഞ്ഞ് ചീത്തയും പറയുന്നുണ്ട്, സമയം പോകുന്നുണ്ട്. നമ്മളെ എണ്ണം പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയും ഒരു വലിയ ആളെന്നാണ്. അവർ 2 വലിയവരാണ്. അപ്പോൾ ഒരു ടിക്കറ്റ് കൊണ്ട് എടുക്കണം, നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിങ്ങനെ വാദിച്ചുകൊണ്ട് നിൽക്കുക. ലാസ്റ്റ് ഒരു കണക്കിന് പറഞ്ഞ് മനസ്സിലാക്കി. ഇവരെ വെച്ചാൽ കാണില്ല, നമുക്കാണെന്നുവെച്ചാൽ സമയം പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും കയറാം, അവർ വരുമ്പോൾ അവർ ടിക്കറ്റ് എടുത്ത് കയറിക്കോളും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മഞ്ഞ് കോട വീണിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ചുറ്റും എന്താ പറയുക, ഇതാ അവിടെ കുറേ പേർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ ബാത്റൂമിലേക്കൊക്കെ പോയി വന്നതാണ്. അപ്പോൾ അത്ര 2 മണിക്കൂർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അല്ല വണ്ടിയിലെ ട്രാവലിങ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ എത്തിപ്പിക്കുക എല്ലാവർക്കും ഈ തണവും കൂടി അടിച്ചപ്പോൾ ബാത്റൂമിലേക്ക് പോകും വേണം. അപ്പം അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല, അത് നോക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ ധൃതി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ കണ്ട അയാളെ എണ്ണം പറയുന്നത് എപ്പോഴും നമ്മളെ എണ്ണം ശരിയായിട്ടില്ല, വീണ്ടും എണ്ണാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ ഇവർ പോകുന്നത് പറയും വീണ്ടും എണ്ണാനാണ്, ഞങ്ങളെ ആൾക്കാരെ എണ്ണാണ്. നമ്മൾ കുറേ വട്ടം ഒരു സ്കൂളിൽ പോയി എണ്ണ എടുക്കില്ലേ, അതേപോലെ ഇരുന്നു കേട്ടോ. ഇയാൾക്ക് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കുറച്ച് മലയാളം തമിഴ് മിക്സായിട്ടാണ് പറയണം, അവർ പക്ക തമിഴാണ് പറയുന്നത്, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവാതെയാണ്. ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഒരു ചിന്ന കുട്ടി പിന്നെ ഒരു വലിയ ആൾ, ഒരു ടിക്കറ്റ് വേണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണ് മനസ്സിലായത്. പിന്നെ എന്തായാലും അവർ വരണമെങ്കിൽ വരട്ടെ, നമുക്ക് കയറി പോവാം പറഞ്ഞു. പക്ഷേ അവിടെ ചേട്ടൻ നിന്നു കേട്ടോ. എന്തായാലും ഞങ്ങളൊരാളും കൂടി വരാണ്ട് അയാളെ കാണിക്കാൻ വേണ്ടി അവിടെ ഒരാൾ നിന്നു. ബാക്കി ഞങ്ങളെല്ലാവരും കയറി പോരുകയാണ് ഉണ്ടായത്. ആളോട് പറഞ്ഞ് ഇതാക്കിയിട്ട് അവിടെ നിന്നു. ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടി കയറി പോകുന്നു കേട്ടോ. എന്നിട്ട് നേരെ കയറി പിന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയപ്പോഴേ നേരെ കണ്ടത് ബാത്റൂമാണ്. അപ്പോൾ എല്ലാവരും വേഗം ബാത്റൂമിലേക്കൊക്കെ പോയി. അപ്പോഴേക്കും ഈ മനുഷ്യനാണ് ചോപ്പിട്ടത്, അങ്ങോരാണ് നമ്മൾ ലേറ്റ് ആക്കിയത്. അങ്ങോര് വന്നു കേട്ടോ. അങ്ങോര് വന്നപ്പോൾ പിന്നെ നമ്മൾ നേരെ അതിൻ്റെ മുകളിലേക്ക് നടന്നു. അപ്പം അങ്ങനെ കയറി പോവുകയാണ് ഉണ്ടായത് കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് ഈ കഥയാണ് പറയണത് ഉണ്ടായ സംഭവം. ഞാൻ പതുക്കെ നടന്നു തുടങ്ങി എൻ്റെ വീഡിയോസും എൻ്റെ കുറേ പോസ്റ്റുകളായിട്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് പ്രഹസനമല്ല, വായന്ന് പുക വിടുന്നതാണ്. ഇതിൻ്റെ അടിക്ക് വീണല്ലോ നമ്മൾ സുഭാഷ് അവൻ മറ്റോ കയറി പോണ കണ്ടിട്ടില്ലേ, ഇത് കൂടെ കയറി പോണ കണ്ടിട്ടില്ലേ സുഭാഷ് അങ്ങനെ മോളിക്ക് പോണ അവൻ കയറി പോണ കണ്ടിട്ടില്ലേ മറ്റേ ഇവന്റെ മോൻ. കുഴിയിലൊന്നും വീഴല്ലേ. അതിലാണ് അവരിറങ്ങിപ്പോയത് തന്നെ.
നമ്മൾ ചെന്ന സമയത്ത് അവിടെ കുറച്ച് മലയാളികൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വിളിക്കണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ വിളിച്ച് സുമേഷേ കുട്ടേട്ടാന്നൊക്കെ വിളിച്ചു വിട്ട് നമ്മളും. അപ്പോൾ നമ്മൾ ശരിക്കും പോയിന്റ് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ മലയാളികളാണ് ഇങ്ങനെ വിളിക്കണുള്ളൂ. തമിഴന്മാർ ഇത് എന്തവർ കാണിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കണം. അവർ ഈ സിനിമയൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ തമിഴന്മാർ കുറച്ച് പേര് വന്നിട്ട് മറ്റേ പാട്ട് പാടുന്നുണ്ട്, കൺമണി അമ്പോടെ കാതൽ. ആ പാട്ട് അവർ കുറേ പേര് വേണം. അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെ ഒക്കെ പാടി. നമ്മളിങ്ങനെ കുറേ വേദികളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ. അപ്പം അതുമൊക്കെ ഇരുന്നിട്ട് നമ്മളും ഈ പാട്ടൊക്കെ പാടി. പക്ഷേ ശരിക്കും ഇങ്ങനെ വേദികളുള്ള സ്ഥലം ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ പ്ലസ് 2 പഠിക്കുമ്പോൾ. പക്ഷെ അത് അന്ന് ഈ ഗുണാക്കിയെന്നുണ്ട് ഈ കവാടൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇപ്പം ആക്കിയതാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാവരും കയറ്റിയിരുത്താണ്. അമ്മമാരെയൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ഉയരത്തിൽ പോകാൻ പറ്റുന്നവർ ഇരിക്കേണ്ട അടിയിരുന്നത്. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും കൂടെ കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പം പറ്റണത്ര കയറുക, അല്ലാത്തവഴി താഴെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം അവരൊക്കെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയും പിള്ളേരൊക്കെ നമ്മൾ ആദ്യമേ കയറ്റി വിട്ടു. അങ്ങനെ ഫോട്ടോ. അപ്പോഴാണ് അവിടെ തമിഴന്മാരൊന്ന് പാടി പറഞ്ഞത്, കൺമണി അമ്പോട്. പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഗുണാക്കേവിന് കയറി. ഇനി നമ്മൾ കൊടൈക്കനാൽ ലേക്ക് കാണാനാണ് പോണത്. അപ്പോൾ പിന്നെ വണ്ടിയിൽ ആദ്യം ടിസ്റ്റഡി ഡാൻസായി പാട്ടായി. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ നന്ദുട്ടിയാണ് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് കുറേ വിരലുകളൊക്കെ കാണും. ഈ വീഡിയോ എടുക്കുന്നത് നന്ദുട്ടിയാണ്. ആൻറ്റീനെ ആൻറ്റി ഡാൻസ് എടുക്കുന്നത് കണ്ടിട്ട് വരെ എൻ്റെ മോൾ എടുത്തില്ല. എടുക്കണ്ട ആൻറ്റി എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ഇല്ല, മാമനും അതേ രഞ്ജേട്ടനെ ശ്യാമലിനൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ പാട്ട് എന്ന് പറയാൻ അധികമൊന്നും ഇല്ല. നമുക്ക് ഫോണിൽ ഇത്തിരി റേഞ്ച് കിട്ടുമ്പോൾ ഓരോ പാട്ട് വെച്ചിട്ട് കളിച്ചതാണ്. എന്നാലും പിന്നെ ആൾ ലേറ്റ് ചെയ്തൊക്കെ ഇട്ടുതരാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു കാശ് എന്നിട്ട് ഞങ്ങൾ ഓടിക്കുന്നില്ല ചേട്ടാ, മാക്സിമം ഞങ്ങൾക്ക് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അത്യാവശ്യം കഴിച്ചു. അതായത് ഈ ലൈക്കിലെത്തിയപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളി സ്ട്രീറ്റ് ഫുഡുകൾ കഴിക്കാം. അതായത് ഓരോ സ്ട്രീറ്റിന് അതേത് അച്ഛൻ വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് ഫുഡിനോട് ഒട്ടും താല്പര്യം. എനിക്ക് നമ്മളിവിടെ തമിഴന്മാർ വെക്കില്ല പൂരത്തിന്. അങ്ങനത്തെ ഫുഡ് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അയാളോ പിന്നെ ഇവിടെ ചപ്പന്തൊക്കെ വിലപ്പേച്ചാനൊക്കെ നിന്നിട്ട് അങ്ങനെ കുറച്ച് നേരം പോയി. ലൈക്കിൽ അവിടെ വാട്ടറിൻ്റെ അത് നടക്കുന്നുണ്ട്. പിന്നെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. 5 മണി വരെ 4 മണി വരെ ഉണ്ടായിരുന്നു. നമ്മളെത്തുമ്പോൾ കുറച്ച് ലേറ്റായി. നമ്മൾ ഒന്നാമത്തെ പൂണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. പിന്നെ ഇത് അപ്പുറത്തെ തട്ടുകടയിൽ നിന്ന് അവർ ചോളം പുഴുങ്ങല്ല എന്താ ചുട്ട് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതേ ബജ്ജി വാങ്ങിക്കുന്നുണ്ട്, മുട്ട റോസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് മാഗി പിന്നെ ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലൈക്കിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പം എനിക്കൊരു ബാഗ് വാങ്ങിച്ചു, അമ്മയ്ക്കൊരു ബാഗ് വാങ്ങിച്ചു. പിന്നെ ഉണ്ണിക്ക് മറ്റേ ചെവിയും വയ്ക്കണ സാധനമൊക്കെ വാങ്ങിച്ചു. ചേച്ചി അളിയനോടെ വാങ്ങിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് അഞ്ചിനെങ്കിൽ തണുത്തിട്ട് ചെയ്യാണ്ട് അവർ വേഗം വണ്ടിക്ക് പോയിട്ട് കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അതായത് ഇറങ്ങാനായിട്ട് മുന്നേ ഫുഡ് കഴിച്ചാൽ ചിലവർ പറഞ്ഞ് ഛർദ്ദിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കൊടൈക്കനാൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കൊടൈക്കനാൽ വിശേഷങ്ങൾ. അധികമൊന്നുമില്ല. സെക്കൻഡ് ഡേയിൽ ശരിക്കും പറഞ്ഞാൽ അധികമൊന്നുമില്ല. ഉച്ച വരെ നമുക്ക് ചുമ്മാ പോയതാണ് അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വലിയ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടില്ല, ഉള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.